Hello and welcome back to my passion. I'm Sandhya. നിങ്ങൾ എല്ലാവരും my passionൽ വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ഒരു സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റ് ആയിരുന്നു. വീഡിയോ ഭയങ്കരമായിട്ട് ഇൻഫോർമേറ്റീവ് വീഡിയോ ആവാൻ പോകുന്നത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആവും, മോസ്റ്റ്ലി ആയിട്ട് സെല്ലർസ്ക്ക് വേണ്ടി. കാരണം ഇത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ എൻ്റെ സബ്സ്ക്രൈബറുടെ റിക്വസ്റ്റ് ആയിരുന്നു. ചേച്ചി മീഷോ ആപ്പിൽ നമുക്ക് സെല്ലർ അക്കൗണ്ട് എങ്ങനെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, അത് ഒന്ന് ആ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ ആ റിക്വസ്റ്റ് ടോപ്പിക്കിൽ ഞാൻ ഇന്നത്തെ ടോപ്പിക് കൊണ്ടുവന്നിട്ടുണ്ട്. മീഷോ ആപ്പിൽ നമുക്ക് ആസ് എ സപ്ലയർ മീൻസ് നമുക്ക് സെൽ ചെയ്യാൻ, നമ്മുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാൻ നമുക്ക് മീഷോ ആപ്പിൽ എങ്ങനെ നമുക്ക് സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കാം. ഓക്കെ, അത് ഫുൾ നിങ്ങൾക്ക് ഞാൻ പ്രൊസീജിയർ കാണിച്ചു കൊടുക്കാം. ഇത് വീഡിയോ ഉണ്ടാക്കാൻ കുറച്ച് ടൈം പിടിച്ചു, കാരണം ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ ചെയ്യാൻ. അപ്പോൾ അതെല്ലാം കവർ ചെയ്തു അതെല്ലാം ആക്കാൻ കുറച്ച് ടൈം പിടിച്ചു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രോപ്പർലി ഇൻഫർമേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പ്രോപ്പർലി മനസ്സിലാവും എങ്ങനെ നമുക്ക് സെല്ലർ അക്കൗണ്ട് ഇതിൽ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം അതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ വേഗം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. കാരണം നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളുടെ ക്യൂരിയസിൻ്റെ മൂലം ഞാൻ എൻ്റെ വീഡിയോയുടെ ടോപ്പിക് കൊണ്ടുവരണേ. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അത് ഞാൻ സോൾവ് ചെയ്യാൻ നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത് അത് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സ്മോൾ ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം. കാരണം ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷൻ കിട്ടും. അതിൽ മുകളിലത്തെ ഫസ്റ്റ് ഓപ്ഷൻ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. കാരണം ഞാൻ എപ്പോഴും ഏത് വീഡിയോ ഫ്യൂച്ചറിലിടും അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം കിട്ടും. അപ്പോൾ വേഗം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സെല്ലർ അക്കൗണ്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യണം ഇൻ മീഷോ ആപ്പിൽ നമുക്ക് സെല്ലർ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കാം ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പോൾ പ്രോപ്പർലി എൻ്റെ വീഡിയോ വിതൗട്ട് സ്കിപ്പിംഗ് ചെയ്ത് ഫുൾ വീഡിയോ കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ അതിൽ പ്രൊസീജിയർ എങ്ങനെ നമുക്ക് മുമ്പിൽ ഫർദർ പ്രോസസ്സിങ് ചെയ്യണം. അപ്പോൾ ഞാൻ എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു കൊടുക്കാം. ഇപ്പോൾ കൂടുതലായിട്ട് മീഷോ ആപ്പിൽ ആൾക്കാർ നമുക്ക് സെൽ ചെയ്യും. കാരണം നമ്മുടെ ഒരു ലോക്കൽ ഷോപ്പ് ഉണ്ടാവും, നമ്മുടെ ഏരിയ അങ്ങനത്തെ ഉണ്ടാവും, നമുക്ക് അവിടെ കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് കിട്ടുന്നില്ല. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ആൾക്കാർ ഓൺലൈൻ എല്ലാം ചെയ്യുന്നത്, ഓൺലൈൻ വർക്ക് ചെയ്യുന്നത്, ഓൺലൈൻ പർച്ചേസിങ് ചെയ്യുന്നത്, ഷോപ്പിംഗ് ചെയ്യുന്നത് എല്ലാം ഓൺലൈൻ വക ഇപ്പോൾ ഓൺലൈൻ ത്രൂ എല്ലാം ആൾക്കാർ യൂസ് ചെയ്യുന്നത് കൂടുതലായിട്ട്. ഇപ്പോൾ ഇന്നത്തെ വൈറസ് ആയിട്ട് നടക്കുന്ന ആ ടൈമിൽ കൂടുതലായിട്ട് ആൾക്കാർ ഓൺലൈൻ പേയ്മെൻറ്റ്, ഓൺലൈൻ ഷോപ്പിംഗ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മീഷോ ഇത്ര ഫേമസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ കാലം നമുക്ക് നോക്കാം. അപ്പോൾ മീഷോയിൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് നല്ല ഡ്രസ്സസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കുർത്തി നമുക്ക് 500 അവിടെ കിട്ടുന്നത്. അപ്പോൾ ആ സെയിം കുർത്തി നമുക്ക് ഓഫ്ലൈനിൽ 1000 rupees കുറവ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ആ കാരണം ആൾക്കാർ കൂടുതലായിട്ട് മീഷോയിൽ ഫ്രം മീഷോ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. അത് കാരണം സെല്ലർക്ക് ഭയങ്കരമായിട്ട്, റീസെല്ലർക്ക് ഓക്കെ അവർ കുറച്ച് കമ്മീഷൻ കിട്ടും, അവർക്ക് കുറച്ച് മാർജിൻ കിട്ടും. ബട്ട് സെല്ലർസ്ക്ക് ഇതിൽ കൂടുതൽ പ്രോഫിറ്റാണ്. കാരണം ഇപ്പം മീഷോയിൽ സീറോ കമ്മീഷനിൽ അവർ നമുക്ക് ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഒരു കമ്മീഷൻ അവർ എടുക്കില്ല. ഷിപ്പിംഗ് ചാർജസ് പിന്നെ അത് നമ്മുടെ ഏരിയാസ് അനുസരിച്ചിട്ട് ഷിപ്പിംഗ് ചാർജസ് ഉണ്ട് ഇതിൽ. പിന്നെ നമുക്ക് ആസ് എ സെല്ലർ നമുക്ക് ഭയങ്കര പ്രോഫിറ്റ് ഉണ്ട്. കാരണം കൂടുതലായിട്ട് ആൾക്കാർ ഇപ്പോൾ മീഷോയിൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, മീഷോയിൽ പോയിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്, ആ ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ആസ് എ സെല്ലർ നമ്മുടെ പ്രൊഡക്ട്സ് അവിടെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല കസ്റ്റമേഴ്സ് കിട്ടും, നല്ല നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം പ്രോപ്പർലി സെയിലാവും. അപ്പോൾ നമ്മുടെ ഒരു ലോക്കൽ ഷോപ്പ് ലൈക്ക് ഏരിയയിൽ കൂടുതലായിട്ട് കസ്റ്റമേഴ്സ് പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഓൺലൈൻ അതിൽ വിൽക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജസ്റ്റ് നമ്മുടെ കുർത്തീസായിട്ട്, സാരീസായിട്ട്, ഡ്രസ്സായിട്ട് നമ്മുടെ നല്ലതായിട്ട് ഫോട്ടോ എടുത്തിട്ട് ജസ്റ്റ് ആ ഫോട്ടോ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, ലിസ്റ്റിംഗ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഏത് പ്രൈസ് വെക്കണം ആ പ്രൈസ് നമ്മൾ ഇട്ടിട്ട് നമ്മുടെ നമ്മുടെ എങ്ങനത്തെ ക്വാളിറ്റി, എന്ത് സൈസസ് അവൈലബിൾ ഉണ്ടോ അതെല്ലാം നമുക്ക് ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റിംഗ് എങ്ങനെ ചെയ്യണം നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിൽ മുകളിൽ ഞാൻ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് നമുക്ക് സീറോ കമ്മീഷനിൽ ഇപ്പോൾ മീഷോ നമുക്ക് ഓഫർ സീറോ കമ്മീഷനിൽ മീഷോ നമുക്ക് ഇപ്പോൾ ആസ് എ സെല്ലർ നമുക്ക് അവിടെ സ്റ്റാർട്ടാക്കാൻ കൊടുക്കുന്നുണ്ട്. അത് കാരണം നമുക്ക് ഭയങ്കരമായിട്ട് പ്രോഫിറ്റ് ഉണ്ട് ഇതിൽ. കാരണം ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാർ മീഷോയിലെ ഷോപ്പിംഗ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ഇത് ട്രൈ ചെയ്യാൻ ഒരു ഇതില്ല, കാരണം നമ്മുടെ ലോക്കൽ ഷോപ്പിൽ കസ്റ്റമേഴ്സ് നമുക്ക് ഇല്ല. അപ്പോൾ നമുക്ക് ഓൺലൈൻ അത് സെൽ ചെയ്യാം. മീഷോ നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു അക്കൗണ്ട് അവിടെ രജിസ്റ്റർ ചെയ്യണം, ഒരു അക്കൗണ്ട് അവിടെ ഉണ്ടാക്കണം. നമ്മുടെ പാനൽ നമുക്ക് സ്വന്തമായിട്ട് അവിടെ ലിസ്റ്റിംഗ് ചെയ്യാൻ പ്രൊഡക്ട്സ് എല്ലാം നമ്മുടെ പ്രൈസസ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ അതിന് മുകളിൽ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമുക്ക് അവിടെ രജിസ്റ്റർ ചെയ്യാൻ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ആ വീഡിയോ കാണാം. മീഷോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, താഴെ നമുക്ക് അക്കൗണ്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് പറഞ്ഞ ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ കുറേ ഓപ്ഷൻ കിട്ടുന്നുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസ്, ഏർണിങ്സ്, മൈ പേയ്മെൻറ്റ്സ് എല്ലാം. അപ്പോൾ അവിടെ താഴെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ബിക്കം എ സപ്ലയർ പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ കിട്ടും. മീഷോ ഗ്രോ യുവർ ബിസിനസ് ഫാസ്റ്റ് ബൈ സെല്ലിംഗ് അറ്റ് 0% കമ്മീഷൻ. മീൻസ് 0% കമ്മീഷനിൽ നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് സെൽ ചെയ്യാനാവും. ഇവിടെ നമ്മുടെ നമ്പർ ഇട്ട് കൊടുക്കണം. അത് മുമ്പ് നമുക്ക് ഇവിടെ കാണാനുണ്ട് 1 lakh+ സപ്ലയേഴ്സ് ആർ സെല്ലിംഗ് കമ്മീഷൻ ഫ്രീ, 24,000+ pin codes supported for delivery, crores of customers buy across India, 700+ categories to sell. Why suppliers love Meesho എല്ലാം ഇവിടെ നമുക്ക് ഫുൾ ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, ഈസി പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ്, ലോവസ്റ്റ് കോസ്റ്റ് ഷിപ്പിംഗ്, സേഫ് ആൻഡ് ടൈംലി പേയ്മെൻറ്റ്സ്. ലേൺ മോറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് കാണാൻ കിട്ടും. ഹൗ ഇറ്റ് വർക്ക്സ്, ലേൺ ഹൗ ടു സ്റ്റാർട്ട് സെല്ലിംഗ് ഓൺ മീഷോ, രജിസ്റ്റർ യുവർ അക്കൗണ്ട്, ആഡിങ് യുവർ പ്രൊഡക്റ്റ്, ഗെറ്റിംഗ് ഓർഡേഴ്സ്. ഇതിനെല്ലാം നമുക്ക് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കാം എങ്ങനെ ഇത് നടക്കുക. രജിസ്റ്റർ അക്കൗണ്ടിൽ നമുക്ക് GST നമ്പർ വേണം, പിന്നെ ബാങ്ക് അക്കൗണ്ട് വേണം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം അക്കൗണ്ട്, അതെല്ലാം ഇവിടെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് പഠിക്കാം. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ഇവിടെ വേറെ സെല്ലേഴ്സ് മീൻസ് നല്ലതായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്ത് സക്സസ്ഫുൾ സെല്ലേഴ്സിൻ്റെ സ്റ്റോറീസ് ഇവിടെ വീഡിയോയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം, പ്രൊഡക്ട്സ് എങ്ങനെ ലിസ്റ്റ് ചെയ്യണം, ഓർഡേഴ്സ് എങ്ങനെ കിട്ടും, അതെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ കിട്ടുന്നുണ്ട്. നമുക്ക് വേണപ്പോൾ ഓരോരോ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത് വായിച്ചെടുക്കാം, മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് സെല്ലിങ്ങിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മുടെ അക്കൗണ്ട് എങ്ങനെ ഉണ്ടാക്കണം അത് ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു കൊടുക്കാം. സ്റ്റാർട്ട് സെല്ലിംഗ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാൻ കിട്ടും. അത് പിന്നെ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലോഗിനിൽ ക്ലിക്ക് ചെയ്യാം. ലോഗിനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ഇങ്ങനത്തെ ഒരു പേജിൽ എത്തും. ലോഗിൻ ടു യുവർ സപ്ലയർ പറഞ്ഞാൽ അവിടെ നമുക്ക് ഇമെയിൽ ഐ ഡി, നമ്മുടെ രജിസ്റ്റർഡ് ഇമെയിൽ ഐ ഡി, പാസ്വേഡ് ഇട്ട് നമുക്ക് കൊടുക്കാം. അത് പിന്നെ നമുക്ക് ഇതിൽ ഡയറക്റ്റ് വെൽക്കം ടു മീഷോ ക്രിയേറ്റ് യുവർ അക്കൗണ്ട്, ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ ഇട്ടിട്ട് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ഇവിടെ സ്റ്റാർട്ട് സെല്ലിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ നമ്പർ ഇവിടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഏത് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അത് സെയിം നമ്പർ നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കണം. മൊബൈൽ നമ്പർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെൻഡ് OTP മുകളിൽ ക്ലിക്ക് ചെയ്യാം. സെൻഡ് OTP നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അപ്പോൾ തന്നെ ഒരു OTP വരും. ആ OTP നമുക്ക് എൻ്റർ OTP ഫിൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഒരു OTP വന്നിട്ടുണ്ട്, അത് ഞാനിവിടെ ഇട്ട് കൊടുക്കട്ടെ. OTP നമ്പർ ഇട്ട് നമുക്ക് ഇവിടെ താഴെ വാട്സാപ്പിൽ നമുക്ക് അപ്ഡേറ്റ്സ് വേണപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഇവിടെ നമ്മുടെ ഇമെയിൽ ഐ ഡി ഏതാ നമുക്കത് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ഇമെയിൽ ഐ ഡി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി ഇവിടെ ഇട്ട് കൊടുക്കണേ. ഇമെയിൽ ഐ ഡി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ സെറ്റ് പാസ്വേഡ് നമുക്ക് ഇടണം. പാസ്വേഡ് മിനിമം 8 ക്യാരക്ടേഴ്സ് വേണം. 1 അപ്പർ കേസ് വേണം, 1 സ്പെഷ്യൽ ക്യാരക്ടർ, 1 നമ്പർ. അപ്പോൾ അപ്പർ കേസ് മീൻസ് 1 ക്യാപിറ്റൽ ലെറ്റർ വേണം. പിന്നെ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ലൈക്ക് @ സ്റ്റാർ എങ്ങനെ നമുക്ക് ഇടാം. പിന്നെ ഒരു നമ്പർ നമുക്ക് അവിടെ വേണം. അപ്പോൾ അങ്ങനത്തെ പാസ്വേഡ് നമ്പർ വേണം. 1 നമ്പർ ഉണ്ടാവണം അതിൽ. അങ്ങനത്തെ 8 ക്യാരക്ടേഴ്സ് നമുക്ക് അവിടെ വേണം. അത് ഞാനിവിടെ ഒരു പാസ്വേഡ് ഇട്ട് കൊടുക്കട്ടെ. നമുക്ക് വാട്സാപ്പിൽ അപ്ഡേറ്റ്സ് വേണം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ബോക്സിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് വാട്സാപ്പിൽ അപ്ഡേറ്റ്സ് വരും അവിടെ. പിന്നെ ക്രിയേറ്റ് അക്കൗണ്ടിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. പാസ്വേഡ് പ്രോപ്പർലി ഇടണം. ക്രിയേറ്റ് അക്കൗണ്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് GST ഡീറ്റെയിൽസ് ഇവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ GST നമ്പർ നമ്മൾ എടുത്തിട്ടുണ്ടോ, അപ്പോൾ നമ്മുടെ GST നമ്പർ ഇവിടെ ഇട്ട് കൊടുക്കണം. GST നമ്പർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യാം.
GST നമ്പർ ഡീറ്റെയിൽസ് ഇട്ടിട്ട് പിന്നെ നമുക്ക് പിക്കപ്പ് അഡ്രസ്, ബാങ്ക് ഡീറ്റെയിൽസ്, പിന്നെ സപ്ലൈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് GST നമ്പർ ഇട്ടിട്ട് വെരിഫൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് GST നമ്പർ ഇട്ട് കൊടുക്കാം. GST നമ്പർ ഇട്ട് നമുക്ക് വെരിഫൈയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ GST നമ്പർ വെരിഫൈ ആവുന്നുണ്ട്. അപ്പോൾ അത് വെരിഫൈ ആയി നമ്മൾ കൊടുത്ത GST നമ്പർ ഇവിടെ ഉണ്ട്, നമ്മുടെ ബിസിനസ് പേരുണ്ട്, പാൻ കാർഡ് നമ്പറുണ്ട്, പിന്നെ നമ്മൾ കൊടുത്ത അഡ്രസ്സ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അഡ്രസ് ഡീറ്റെയിൽസിൽ നമുക്ക് നമ്മൾ GSTയിൽ കൊടുത്ത ആ അഡ്രസ്സ് തന്നെ നമുക്ക് വെക്കണപ്പോൾ നമുക്ക് ഈ ബോക്സിൽ ടിക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ സെയിം അഡ്രസ്സ് നമുക്ക് ഡെലിവറി അവർ വന്നിട്ട് മേടിക്കും, സെയിം ഡെലിവറി അഡ്രസ്സ്. അത് പിന്നെ നമുക്ക് താഴെ ഓപ്ഷൻ ഉണ്ട്, അവിടെ നമുക്ക് ചേഞ്ച് ആക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ബാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ അടിച്ചു കൊടുക്കണം. നമ്മുടെ ബാങ്കിൻ്റെ പേര്, ബാങ്ക് അക്കൗണ്ടിൻ്റെ പേര്, നമ്മുടെ ബാങ്കിൻ്റെ പേര് നമ്മുടെ ബിസിനസ് പേരിൽ ഉണ്ടാവണം. പിന്നെ നമ്മുടെ അക്കൗണ്ട് നമ്പർ ഇട്ടിട്ട് കൺഫേം ചെയ്യണം അക്കൗണ്ട് നമ്പർ. പിന്നെ നമ്മുടെ IFSC കോഡ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് സക്സസ്ഫുള്ളി നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇവിടെ. അത് നമുക്ക് വേണപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് താഴെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസ് അവിടെ വീണ്ടും നമുക്ക് വേറെ ഇടാം. പിന്നെ നമ്മുടെ ബിസിനസ് നെയിം നമ്മുടെ ഇട്ട് നമ്മുടെ ഷോപ്പിൽ നമ്മുടെ മീഷോ ആപ്പിൽ നമ്മുടെ നമ്മുടെ ബിസിനസ്സിൻ്റെ പേരുണ്ടാവും. അത് ഒരു യൂണിക് പേര് വേണം. മീഷോ ആപ്പിൽ നമ്മുടെ ഷോപ്പിൻ്റെ പേര് അവിടെ ഉണ്ടാവണം. നല്ല യൂണിക് പേര് തിങ്ക് ചെയ്യണം, കാരണം അവിടെ വേറെ സെല്ലേഴ്സ് സെയിം പേരുണ്ടാവും അവിടെ. അപ്പോൾ അത് ആവാൻ പാടില്ല. നമ്മുടെ സെയിം ഷോപ്പിൻ്റെ പേര് അവിടെ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഒരു യൂണിക് പേര് ഇട്ടിട്ട് അവിടെ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കോൺഗ്രാറ്റുലേഷൻ നമ്മുടെ ഇവിടെ കൺഫേം ആയിട്ടുണ്ട്, നമ്മൾ രജിസ്റ്റർ ചെയ്ത് സക്സസ്ഫുള്ളി. അപ്പോൾ നമുക്ക് കോൺഗ്രാറ്റുലേഷൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ യു ആർ എ പാർട്ട് ഓഫ് 1 lakh സെല്ലർ സപ്ലയേഴ്സ് കമ്മ്യൂണിറ്റി. പിന്നെ നമുക്കിവിടെ ലിസ്റ്റിംഗ് ചെയ്യാൻ പറഞ്ഞ് സെല്ലിംഗ് ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് സെല്ലിംഗ് പറഞ്ഞിട്ട് ഇവിടെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് അവിടെ ചെയ്യാം. ഏത് പ്രൊഡക്റ്റ് വേണം നമുക്ക് ആ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്യാം, എല്ലാ പ്രൊഡക്റ്റ് ലിസ്റ്റിംഗ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ പ്രോപ്പർലി മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനെ നമുക്ക് അവിടെ സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കണം, എങ്ങനെ രജിസ്റ്റർ ചെയ്യണം. പിന്നെ GST ഇല്ല ആൾക്കാരും ഉണ്ടാവും, കാരണം ലോക്കൽ ഷോപ്പിൽ വേഗം GST നമ്പർ നമുക്ക് കിട്ടില്ല. നമ്മുടെ ചെറിയ ഷോപ്പാണ്, അപ്പോൾ GST നമ്പർ നമുക്ക് കിട്ടില്ല. ബട്ട് മീഷോയിൽ നമുക്ക് സെൽ ചെയ്യാൻ നമുക്ക് GST നമ്പർ നിർബന്ധമായിട്ട് വേണം. അപ്പോൾ അവിടെ എങ്ങനെ GST നമ്പർ നമുക്ക് കിട്ടും, അതിന് മുന്നിൽ ഞാൻ വേഗം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അത് നിങ്ങൾ നോക്കണം, നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ നമുക്ക് GST നമ്പർ നിങ്ങൾക്ക് കുറവ് പ്രൈസിൽ നിങ്ങൾക്ക് GST നമ്പർ കിട്ടും. അപ്പം നെക്സ്റ്റ് വീഡിയോയുടെ വെയിറ്റ് ഞാൻ വേഗം അപ്ലോഡ് ചെയ്യും അത്. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, അപ്പോൾ ലൈക്ക് ചെയ്യണം. കൂടുതലായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ തോന്നിയിട്ടുണ്ടോ അപ്പോൾ അത് ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിൻ്റെ കൂടെ. ആർക്കും ഇത് സെല്ലറിൽ ഇൻട്രസ്റ്റഡ് ഉണ്ട്, അവിടെ ഷോപ്പുണ്ട്, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഷോപ്പ് ഉണ്ടാവും, അവർക്ക് കച്ചവടം ആവണില്ല ഉണ്ടാവും. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ, ഇങ്ങനത്തെ ഒരു വീഡിയോ ഷെയർ ചെയ്ത് അപ്പോൾ അവർക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെ മീഷോ ആപ്പിൽ നമുക്ക് സെല്ലർ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് എല്ലാം സെൽ ചെയ്യാം. ഓക്കെ, ഭയങ്കര ഈസിലി ആയിട്ട്. പിന്നെ ഈ വീഡിയോയുടെ മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്യൂരീസ് കമൻറ്റ്സ് ഉണ്ടോ അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തു, ഞാൻ ട്രൈ ചെയ്യാം അത് റിപ്ലൈ ചെയ്യാൻ. അതോ പിന്നെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാൻ ആവില്ല, അപ്പോൾ ഞാൻ ആ ടോപ്പിക്സിൻ്റെ മുകളിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും, എൻ്റെ ചാനൽ ഇഷ്ടമായിട്ട്, അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണിക്കണം. സബ്സ്ക്രിപ്ഷൻ ഇസ് ഫ്രീ. അപ്പോൾ നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, കീപ് സ്മൈലിംഗ്, ബൈ ബൈ.